ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഒരു പരിചയപ്പെടുത്താം. ഇതുവരെ ഞാൻ എൻ്റെ പേര് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഞാനൊരു 1 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അത് ഒന്നും കാണാത്തവരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് കുറച്ച് വാചകം ആകാം എന്ന് വിചാരിച്ചു. അപ്പം വാചകമായിട്ട് വാചകം എന്ന് പറയാനല്ല, എന്നെക്കുറിച്ച് പറയാം അല്ലേ, ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണേ. അപ്പം എൻ്റെ പേര് ആദ്യം തന്നെ പറയാം, ശാലിനി വിജേഷ് എന്നാണ്. ശാലിനി ആണ് പേര്, വിജേഷ് എൻ്റെ കെട്ടിയോൻ്റെ പേരാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഞങ്ങൾ ഒരു 17 വർഷമായിട്ട് ഗുജറാത്തിൽ തന്നെയാണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകാറുണ്ട്. ഇപ്പോൾ പോയിട്ട് കുറച്ച് നാളായി. പിന്നെ ഞാനും എൻ്റെ കെട്ടിയോനും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളിവിടെ ഗുജറാത്തിൽ 2 ആൺമക്കളാണ്. മൂത്താൾ +1 പഠിക്കുന്നു, ഇളയാൾക്ക് 3.5 വയസ്സായി. പിന്നെ ഞാൻ ജോലിയൊന്നുമില്ല, ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ പിടുത്തം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ മുമ്പ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുമ്പ്. ഇപ്പോൾ പോകുന്നില്ല. അപ്പം കെട്ടിയോന് ജോലി ഫിഷറീസ് കമ്പനിയിലാണ്. പുള്ളി അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെന്താ, പിന്നെ പറയാൻ പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ഈ ചെറിയ ചാനലിൽ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് എന്താ പറയുക, എൻ്റെ വീട്ടിൽ നടക്കുന്ന, കാരണം കൂടുതൽ എൻ്റെ അടുക്കളയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കാണിക്കുക, അല്ലെ ഞങ്ങളുടെ വിശേഷങ്ങൾ പറയുക. ഇപ്പം ഞങ്ങൾ പുറത്ത് പോകുന്നതോ, അമ്പലത്തിൽ പോകുന്നത്, അല്ലെ പുറത്ത് എവിടെയെങ്കിലും പോകുന്നത്, നമ്മുടെ വിശേഷങ്ങൾ, അല്ലെ ഇന്ന ഒരു ചാനൽ എന്നുള്ള രീതിയിലുള്ള എല്ലാം ഉൾപ്പെട്ട് അങ്ങനെ ഒരു ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ഫാമിലി വ്ളോഗായിട്ടും കുക്കിംഗ് വീഡിയോ ആയിട്ടും അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു ചെറിയൊരു ചാനലാണ്. അപ്പം അങ്ങനെയുള്ള ഈ ചെറിയ ചാനൽ അരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അതൊക്കെയാണ് പറയാനുള്ളത്. സൗണ്ട് എന്തുമാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫോണിന് സൗണ്ട് ഒന്നാമതേ കുറവാണ്, പിന്നെ മൈക്കില്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആദ്യം ഒരു മൈക്ക് മേടിച്ചാൽ അത് ചീത്തയായിപ്പോയി, പിന്നീട് മേടിച്ചില്ല. ഇനി മേടിക്കുവാണെങ്കിൽ നല്ല ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്ത് മേടിച്ചില്ല. അപ്പം സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു കുടുംബം. നാട്ടിൽ എൻ്റെ വീട് നാട്ടിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയും. പുള്ളിയുടെ നാട് കായംകുളം, എരുമേലി എന്നൊക്കെ ഇങ്ങനെ പറയാം. അമ്മ വീട് എരുമേലി, കായംകുളം. അവരുടെ വീട് കായംകുളമാണ്. അപ്പം അങ്ങനെയൊക്കെ, അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയില്ലേ, അപ്പൂസ് അല്ലെങ്കിൽ വസു ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ കേൾക്കുന്നവർ ആദ്യം വരുന്നവർ, ആദ്യമൊന്നല്ല, പൊതുവേ അറിയാൻ വയ്യാത്തവർ ഓർക്കും ഇതാരാണ് വസു, ഇതാരാണ് അപ്പൂസ്. ഞാൻ അപ്പൂസ് എന്ന് വിളിക്കുന്നത് എൻ്റെ കെട്ടിയവനെ, ഞാൻ പേരാണ് വിളിക്കുന്നത്. അതെന്താണെന്നറിയത്തില്ല. അങ്ങനെ എന്നാൽ ചോദിക്കും എന്നെക്കാട്ടി ഇളയതാണോ എന്നല്ല കേട്ടോ, പക്ഷെ മൂത്തവരെ പേര് വിളിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അങ്ങനെ ആദ്യമേ വിളിച്ച് അങ്ങനെ ആയിപ്പോയി. അതിന് ഞാൻ അപ്പൂ എന്ന് ചേർത്ത് വിളിക്കാതെ ഈ അപ്പൂസ് എന്ന് വിളിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു എസ്സും കൂടെ ചേർത്ത് ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. മക്കളുടെ പേര്, മൂത്താടെ പേര് വൈശാഖ്, വീട്ടിൽ വസു എന്ന് വിളിക്കും. ഇളയാടെ പേര് വൈഷ്ണവ്, വീട്ടിൽ ദേവ് എന്നാണ്. വസുദേവ് എന്നുള്ളതിൻ്റെ മൂത്താടെ പേര് ഞങ്ങൾ ആദ്യം ഇട്ടപ്പോൾ വസുദേവൻ എന്നായിരുന്നു ഇട്ടിരുന്നത്. അപ്പം വസുദേവൻ ഇട്ടിരുന്നത്, അപ്പം എല്ലാവരും വിളിക്കുന്നത് വാസു എന്നായിപ്പോയി. അപ്പം നമ്മളത് അല്ലെങ്കിൽ ഷോർട്ടാക്കിയായിരുന്നു ഞങ്ങൾ വസു എന്ന് വീട്ടിലും, അല്ലാതെ വസുദേവെന്നും ആയിരുന്നു. അപ്പോൾ പിന്നെ അത് അവനെ സ്കൂളിലൊക്കെ ആക്കാൻ നേരത്തൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം വാസു എന്നിങ്ങനെ എല്ലാവരും വിളിച്ചപ്പം ഞങ്ങളോർത്ത് വീട്ടിൽ നമ്മൾ വസു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാതെ അവൻ്റെ പേര് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിയതാണ് വൈശാഖ് എന്ന്. അപ്പം ആ വസുദേവിൻ്റെ ദേവാണ് ഞങ്ങൾ വീട്ടിൽ വാവയ്ക്ക് ഇളയാക്ക് ദേവെന്നിട്ടത്. അത് മോൻ തന്നെയായിട്ടത്, അവൻ തന്നെയാണ് പറയുന്നത് ദേവെന്നിടാന്ന്, വീട്ടിലിടാന്ന്. അങ്ങനെ ദേവെന്നുള്ളതിന് ഞങ്ങൾ വീട്ടിൽ ദേവൂട്ടാന്ന് ഇങ്ങനെ വിളിക്കും. അങ്ങനെ ബാക്കി കുറച്ച് പേർക്ക് ദേവെന്ന് വിളിക്കും, ഞങ്ങൾ ദേവൂട്ടാന്ന് ഇങ്ങനെ വിളിക്കും. അപ്പം അതൊക്കെയാണ് എൻ്റെ കുടുംബം.
പുള്ളിയുടെ പേര് വിജേഷ് എന്നാണ്. അപ്പു എന്നാണ് വീട്ടിൽ പൊതുവെ അടുത്തറിയാവുന്നവരൊക്കെ അപ്പു എന്നാണ് വിളിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, ശാലിനി. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ. അപ്പം വേറെ എന്താ പറയുക, പിന്നെ ഞാൻ അങ്ങനെ ഓർത്തു കുറച്ച് പാചകം അങ്ങനല്ല. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 8 മാസം 8-9 മാസം ആവുന്നു. അപ്പോൾ ഇതുവരെ ആദ്യം ഇങ്ങനെ ഒന്ന് നമ്മളെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു എങ്കിലും അറിയാൻ മേലാത്തവർ കാണും. ഇപ്പം എല്ലാവരും വരുന്നവർ ആദ്യം പോയി ആ വീഡിയോ കണ്ടിട്ടൊന്നും ആയിരിക്കില്ലല്ലോ വരുന്നത്. അപ്പം അതുകൊണ്ട് എന്നാലും ഇത്രയും നല്ല വ്യക്തമായിട്ടൊന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ പേരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഗുജറാത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ യൂട്യൂബറോ അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പം നമ്മളെ പരിചയപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടല്ലോ. അപ്പം അതാണ് ഞാൻ ഇപ്പോൾ ഒന്നാമത് നമ്മുടെ ചാനലിൻ്റെ പേര് ഗുജറാത്ത് മല്ലൂസ് എന്നാണ്. എൻ്റെ പേരുണ്ടെങ്കിൽ അതൊരു നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പരിചയപ്പെടുത്തുന്നവരുണ്ട്, അങ്ങനല്ല ഞാൻ പറഞ്ഞേ, ഒരു നമ്മൾ പേരറിയാത്ത ഒരു ഇതായിട്ട് വരുന്നില്ലല്ലോ. അപ്പം അത് കാരണം ഞാൻ ഇന്ന് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെന്താ, എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഓർത്തിങ്ങനെ വന്ന് വീഡിയോ എടുത്ത, പക്ഷെ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കൊന്നും പറയാനില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എന്താ പറയുന്നത്, ഞാൻ എല്ലാവരും പറയുന്ന പോലെ സമയം പോകാനൊന്നും അങ്ങനെയൊന്നും തുടങ്ങിയതല്ല കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചിട്ട് എന്താ പറയുക, നമുക്കൊരു ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നൊക്കെ പ്രതീക്ഷയായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ചിലർ പറയാറുണ്ട് ഞാനൊരു ടൈം പാസിന് തുടങ്ങിയ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എനിക്ക് ഈ ക്യാമറയും ഇതും എന്താ പറയുക, ഇതൊന്നും ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് ഇതിനെക്കുറിച്ചൊന്നും പറയണമെന്ന് ഞാൻ ആലോചിച്ചതല്ല. ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇപ്പം പറഞ്ഞു വന്നപ്പോൾ അതും കൂടെ അങ്ങ് പറയാം. എനിക്ക് ഈ ക്യാമറ എന്നൊക്കെ പറയുന്നത് സത്യമായിട്ടും പേടിയായിരുന്നു. എനിക്ക് എന്തോ ഒരു നാണം പോലെയോ, ഇപ്പോഴും വലിയ ബെറ്റർ ആയെന്നൊന്നും ഞാൻ പറയത്തില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. അപ്പം എന്താ പറയുന്നത്, ഉള്ളിലൊരു കുറേ നാളായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, നീ തുടങ്ങുന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരു പുറകോട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അതിലെനിക്ക് ഇപ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് നാൾ മുമ്പേ ഇത് തുടങ്ങേണ്ടതായിരുന്നു. കാരണം കുറേ സമയം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു. നമ്മൾക്ക് ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയല്ല ഇതും. നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഈസിയാണ്, ഇവർക്ക് വീഡിയോ എടുത്തിടുന്നു ഈസി. എനിക്കിപ്പം ഞാൻ ഇത്രയും പറയുന്ന ഒരു വരുമാനം പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടുമോ, ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയില്ല കിട്ടുമോ, അല്ലെങ്കിൽ ഞാനീ പറയുന്നത് കൊണ്ട് എനിക്ക് ഉടനെ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുക, അങ്ങനെ അല്ല പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് ആഗ്രഹിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം വീട്ടിൽ ഞാൻ കുറേ വർഷം ഇങ്ങനെ ഇരുന്നപ്പോൾ പോലും എനിക്കിത് ഇങ്ങനെ, കാരണം മെയിനായിട്ട് പേടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു റീൽസ് ഇടാൻ പോലും പേടിയായിരുന്നു. എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഞാൻ ഇന്നു മുതലായി വീഡിയോ ഒക്കെ, കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന ഒരു 2-3 ദിവസം മുമ്പ് തൊട്ടാണ് ഈ വീഡിയോസ് റീൽസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് പേടിയായിരുന്നു. പേടിയെന്ന് പറയാൻ എനിക്കൊരു മടി, ഒരു നാണം. ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയൊന്നും പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കും എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ 2-3 ഇങ്ങനെ ഇട്ട് വന്നു. പക്ഷേ ഈ റീൽസ് എന്ന് പറയുന്ന സംഭവം, വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഈ യൂട്യൂബ് തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതോടുകൂടി. കാരണം നമുക്ക് ഈ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ആ ഒരു ക്യാമറയോടുള്ള ആ ഒരു ഇത് പോട്ടെ എന്ന് എൻ്റെ കെട്ടിയോൻ തന്നെ പറഞ്ഞു, നീ റീൽസൊക്കെ ചെയ്ത് നോക്ക്, നിന്നെക്കൊണ്ട് പറ്റും. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. റീൽസൊക്കെയാണ്, ഇതും എന്തുമാത്രം ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും ഞാൻ പറയുന്നില്ല എല്ലാവരെയും പോലെ നല്ല ക്ലിയർ ആയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്, നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു വെറൈറ്റി, എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടൊരു കണ്ടൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് അത്രയ്ക്കുള്ള ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം നമുക്കൊരു എന്താ പറയുന്നത്, കെട്ടിയോന് അതിനുള്ള സമയം പുള്ളിക്ക് ഇല്ല. പുള്ളി ജോലി കഴിഞ്ഞ് വരുന്നു, അവർക്ക് അവരുടേതായ, അവർ ജോലി ചെയ്തിട്ട് വരുമ്പോൾ ആ ക്ഷീണവും ബുദ്ധിമുട്ടും അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ പുള്ളിക്ക് ഇതിനോട് വലിയ എന്നെക്കാട്ടി ഒരു മടിയുള്ള ആളാണ് ഈ വീഡിയോ ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കൊരു മടിയാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. പിന്നെ വലിയ ആൾ, അവർക്കൊക്കെ പഠിക്കണ്ടേ.
എന്നാലും ഉള്ള സമയങ്ങളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടൊക്കെ. പക്ഷേ എനിക്ക് നന്നായിട്ട് നല്ല വിഷമമുണ്ട്. കുറച്ച് കാലം മുമ്പൊക്കെ ഇത് തുടങ്ങേണ്ടതായിരുന്നു. കാരണം നമ്മൾ കുറച്ചും കൂടി നേരത്തെ, അത് ഇപ്പോൾ പണം അല്ലെങ്കിൽ വരുമാനം അങ്ങനെ പ്രതീക്ഷയല്ല ഞാൻ പറയാം. നമുക്ക് ഇതിനോടൊക്കെയുള്ള ഒരു ഇപ്പോഴും എനിക്ക് സത്യം പറയാൻ ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പം നമുക്ക് അറിവ് കുറവാണല്ലോ യൂട്യൂബിനെ കുറിച്ച്. ഞാൻ സത്യം പറയാം ഇതിനകത്ത് ഓരോരുത്തർ യൂട്യൂബേഴ്സ് വലിയവരിടുന്നതിൻ്റെയൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പണിയൊക്കെ കുറച്ച് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പണിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് തന്നെയാണ്. അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പുതിയ പുതിയ അറിവുകളൊക്കെ അങ്ങനെ കണ്ട എന്ന് വെച്ചാൽ വലിയ ആളായെന്നോ വലിയ ഇത് ചെയ്യാൻ അറിയാവുന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പറഞ്ഞു വന്ന കൂട്ടത്തിൽ പരിചയപ്പെടുത്തി വന്ന കൂട്ടത്തിൽ പിന്നെ ചിലർക്ക് ഒരു ധാരണകളുണ്ടാവും. കാരണം ചിലപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ചിലർക്ക് തോന്നും, ഞാൻ ഇപ്പോൾ റീൽസൊക്കെ ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നുണ്ട്. കാരണം അതൊക്കെ നമുക്ക് ഈ യൂട്യൂബ് അങ്ങനെയൊക്കെ തുടങ്ങുന്നവർക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് അതിൻ്റെ പിന്നിലൊരു ഇത് കാണും. ചിലർക്ക് തോന്നും ഇവള് ഡെയിലി ഫോട്ടോ വാരിയിടുന്നു അല്ലെങ്കിൽ റീൽസ് വാരിയിടുന്നു എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. അതാരെയും കുറ്റം പറയുന്നതല്ല. നമ്മൾ എന്താ പറയുക, നമുക്കതൊരു അതൊക്കെ കുറച്ച് ഇതൊക്കെയുണ്ട്. ഞാനിത് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണങ്ങളും അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതൊക്കെ ഞാൻ പിന്നാലെ വേറൊരു സന്ദർഭത്തിൽ അത് പറയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ വലിയ രഹസ്യങ്ങളും നിഗൂഢമായ ഒന്നുമല്ല. പക്ഷെ തുടങ്ങാനുള്ള കാരണം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല യൂട്യൂബ് തുടങ്ങും, നമ്മളിങ്ങനെ ഒരു ഇത് പോയിടും എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ വലിയ യൂട്യൂബറോ വരുമാനമോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇത്രയും ഒരു 8-9 മാസമൊക്കെ നമ്മൾ ഇതിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. ഇതിന് പോലും ചില സമയത്ത് ഈ നമ്മളെ അറിയാവുന്നവരിങ്ങനെ ഓരോന്ന് പറയും. പക്ഷേ അവർക്കൊന്നും ഒട്ടും ചെയ്യാനൊട്ട് വയ്യ. എന്നാൽ ചെയ്യുന്നവരെ ഒരുമാതിരി പിന്തള്ളി ഒരുമാതിരി എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുക. അല്ലെ ചിലർക്ക് കാണുമ്പോൾ തോന്നും, ഇവക്ക് ഇപ്പോൾ വരുമാനമുണ്ട് കേട്ടോ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരെ നമ്മൾ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് ഒത്തിരി ആളുകൾ പാരുന്നെന്നോ ഞാൻ അങ്ങനെ പക്ഷെ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. യൂട്യൂബൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോഴും ഇങ്ങനെ ഓരോ ഇടുമ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ആ വീട്ടിലെ പണിയും നടക്കുമോ, എന്ത് എളുപ്പമാണ് അവർക്ക്. പക്ഷേ നമ്മളൊരു ഇതിനകത്തോട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് പുറമേ നിന്ന് എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ഇത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അതോടുകൂടി എനിക്കൊരു മാറ്റവും വന്നു. കാരണം എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്താലും നമ്മൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങ് വിട്ടാൽ പോരാ. നമ്മളത് എഡിറ്റ് ചെയ്യണം, സൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണിന് നമുക്ക് ചിലപ്പോൾ അധികം വോയിസ് കിട്ടുന്ന ഫോണായിരിക്കത്തില്ല. അന്നേരം മൈക്കില്ലെങ്കിൽ നമുക്ക് അതിന് വോയിസ് പിന്നീട് കൊടുക്കണം, നമ്മൾ പുറത്തുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കണം, നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷെ ആദ്യ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് സങ്കടം കൂടി വന്നിട്ടുണ്ട്. കാരണം വേണോ ഇത്, കാരണം ഒത്തിരി സമയം ചില ദിവസമൊക്കെ ഞാൻ കാരണം എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം എഡിറ്റിങ്ങിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഓൾറെഡി നേരത്തെയൊക്കെ നമുക്ക് എഡിറ്റിങ് നമ്മളിങ്ങനെ അതൊക്കെ കുറച്ചറിയാം. എന്നാലും കൂടുതൽ യൂട്യൂബിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ, അങ്ങനെയൊക്കെ അറിയാത്ത ഒരു സാഹചര്യം. പക്ഷേ അതൊക്കെ എനിക്ക് നന്നായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴേ ഓരോന്നിൻ്റെയും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ചെയ്യുമ്പോഴേ പുറമേ നിന്ന് കാണുന്നവർക്ക് 100 കുറ്റം പറയാം. ഇതൊക്കെ ഈസിയാണ്, വീട്ടിലിരുന്ന് ശരിക്കും ഉണ്ടാക്കുമല്ലേ, അല്ലെങ്കിൽ ശരിക്കും കാശ് കിട്ടാൻ. നമ്മൾ ഫേസ്ബുക്കിൽ റീലിട്ടാലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊന്നും എനിക്ക് ആരുമില്ല. എത്ര ഫോളോവേഴ്സ് കാണും, 1000 ഫോളോവേഴ്സ് അതൊക്കെ ഉള്ളൂ. കാരണം അല്ലാതെ നമ്മൾ ഈ വലിയ ഒരു ഇതൊന്നും അല്ല. അന്നേരം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെയുള്ളവരോട് മുമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മളോട് ഒരാളിങ്ങനെ ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയാണല്ലേ, നീ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനത് തർക്കിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അവരോട് മുഷിഞ്ഞ് സംസാരിക്കാനുള്ള, ഞാനത് അങ്ങനല്ല എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാനായിട്ട് നിൽക്കും പല കാര്യങ്ങളും. ഒരു 7-8 മാസം മുമ്പ് വരെയൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നിൽക്കും. നമ്മളെ ഒരാൾ പറയുമ്പോൾ ഞാൻ അങ്ങനല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു
ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചാൽ, കാരണം ഇത് അവർക്ക് അറിയാൻ വയ്യാഴികയൊന്നുമല്ല, അവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെയാണ്, ഞാൻ ഓക്കെ അങ്ങനെയാണെന്ന്. കാരണം അവിടെ ഞാൻ അധികം സംസാരിക്കാൻ നിൽക്കാറില്ല. അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിഞ്ഞു മാറും. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടല്ലേ, നല്ല വരുമാനമായിരിക്കുമല്ലേ എന്നോട് ചോദിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോഴും ഞാൻ അവരോട് നോ പറഞ്ഞില്ല. അതെ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമുക്കറിഞ്ഞാൽ പോരെ. കാരണം അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം സോഷ്യൽ മീഡിയ എന്താണ്, ഫേസ്ബുക്ക് എന്താണ്, റീൽസ് ഇൻസ്റ്റഗ്രാം എന്താണ്, യൂട്യൂബ് എന്താണ്, അതിനകത്ത് എന്തൊക്കെ വേണം നമുക്കതിൽ നിന്നൊരു വരുമാനം കിട്ടാനെന്ന് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം. ഞാനിതിപ്പം നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന്. ഞാൻ എൻ്റെ അനുഭവം അങ്ങ് പറഞ്ഞതാണ് കേട്ടോ. ഇതൊന്നും ഇവിടെ പറയാൻ നിന്നതല്ല, ഇപ്പോഴേ പറയാൻ കുറച്ച് സമയമൊക്കെ ആട്ടെ എന്ന് വിചാരിച്ചിരുന്ന പരിചയപ്പെടുത്താൻ വന്നതാണ്. പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും വിചാരം അതൊക്കെയാണ്. പിന്നെ വേറെ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയം തൊട്ട് ഒരാൾ എനിക്ക് ആരാണെന്നോ ഒന്നും അറിയില്ല, എന്തോ ഒരു ഫേക്ക് ഐഡിയയും കണ്ട നമുക്ക് അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് വട്ടം അതിന് മറുപടി കൊടുത്തു. എന്നാലും ഇനിയെങ്കിലും അയാൾ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ കഴുത്തിലെ പാട് ഇത് ഓൾറെഡി ഇങ്ങനെ വരുന്നതാണ്. ചിലർക്കെല്ലാം നന്നായിട്ട് ഈ പാടുണ്ടാവും. എൻ്റെ ഒരു കമൻറ്റിൽ വന്ന് ചോദിച്ചു, കഴുത്തിൽ എന്താ ഈ ലൈൻ, ഒരു ഫേക്ക് ഐഡിയ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു കമൻറ്റ് ഇട്ടാളാ. ഒന്നാതെ നമുക്ക് കമൻറ്റിൽ ലൈക്കൊന്നും ഇല്ല. അതിൻ്റെ കൂടെ വരുന്ന ഇത് കണ്ടുപിടിച്ചു ഒരാൾ, എനിക്കറിയില്ല ആരാന്ന്, വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഈ കഴുത്തിലൊരു ലൈൻ എന്താ, എന്തെങ്കിലും പറ്റിയെന്ന് ഒരു വീഡിയോയിൽ ചോദിച്ചു. നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മളങ്ങ് വിട്ടു. ഫുള്ള് വീഡിയോയിൽ വന്ന് ചോദിച്ചു. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. ഫുള്ള് വീഡിയോയിൽ ഓരോ വീഡിയോയിൽ നമ്മൾ ഒരെണ്ണത്തിൽ മറുപടി കൊടുക്കുന്നതിന് എന്ന് പറയുമ്പോൾ ഓരോന്നിലും ഒരെണ്ണത്തിൽ ഞാൻ എന്നിട്ട് കൊടുത്തു. അത് എനിക്ക് അങ്ങനെ ഉള്ളതാണ്, അത് അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു ഇതെനിക്ക് ഉള്ളതാണ് ഈ ഇങ്ങനത്തെ ലൈൻസ്. അത് മിക്കവർക്കും അറിയാം, മിക്ക ചേച്ചിമാർക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാ മനുഷ്യരെന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉള്ളതാണ് ഓൾറെഡി ഈ ലൈൻ. പക്ഷേ ഇനി എന്നെ അറിയാവുന്ന ആരെങ്കിലും ആണോ എനിക്കറിയില്ല. ആൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ഇതെന്ത് പറ്റിയതാണ്. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്തോന്നോ എനിക്കറിയില്ല, ഞാൻ എന്തോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴും ഒരിടയ്ക്ക് ഇപ്പം ഒരിടയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് മാസമായി, 4-5 മാസമായെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4-5 മാസമായതാ. അത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇൻസ്റ്റയിൽ വന്നു. ഇൻസ്റ്റയിലും അതേ പ്രൊഫൈലൊക്കെ വെച്ച് ഒരു ഫേക്ക് എങ്ങാണ്ടാ സിനിമാ നടന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടാ ഈ കളി കളിക്കുന്നത് മൊത്തം. എന്നിട്ട് അതിലും വന്ന് സെയിം ചോദിച്ച്, എന്നിട്ട് പുള്ളി ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഓൾറെഡി ഇങ്ങനെയുള്ളതാണ്. അത് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ, അതായത് ഞാനെന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ച പോലുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് പുള്ളിയുടെ ഡയലോഗ് ഇങ്ങോട്ട്. പെണ്ണാണോ ആണാണോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഉള്ളതാണ് പക്ഷെ അവർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് പറയുന്നത്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തോ മായ്ച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് അറിയത്തില്ലേ എന്നോട്. എനിക്ക് സത്യം പറയാൻ ദേഷ്യമോ വന്നത്. ഞാൻ 1-2 വട്ടം എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയും മനുഷ്യരുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലവരുടെയും വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല, പല മനുഷ്യർക്കും ഇടുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മൾ മുമ്പൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നേരിട്ടൊക്കെ ഓരോരുത്തർ, കാരണം നമ്മൾ പറയാത്തതും നമ്മളെക്കുറിച്ചൊക്കെ നമുക്ക് പോലും അറിയാത്ത സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞാനും ഇങ്ങനെ നോക്കിയിരിക്കും, ഇതെന്താ ഇങ്ങനെയും മനുഷ്യരുണ്ടോ, ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എത്ര പേർക്കാണ് കമൻറ്റ്, ഓരോ മനുഷ്യർക്കൊക്കെ ഓരോ യൂട്യൂബേഴ്സിനൊക്കെ കമൻറ്റ് ഇടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ വന്നിരുന്ന് കുറേ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ കമൻറ്റ് ഇടിയില്ല. അപ്പം എൻ്റെ പൊന്നെ, ഇതെനിക്ക് ജന്മനാ ഉള്ളത്, ഞാൻ ആത്മഹത്യക്കൊന്നും ശ്രമിച്ചതല്ല, എന്നെ ആരും കൊല്ലാനും ശ്രമിച്ചതല്ല. അങ്ങനെയൊന്നും ഉള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിച്ച് ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല.
ദൈവാനുഗ്രഹം കൊണ്ട് കുടുംബകലവോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനൊന്നും ഒരു സംഭവവും ഇല്ല. നമുക്ക് ആകെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണ്, ക്യാഷിന് ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യരില്ലല്ലോ. ക്യാഷാണല്ലോ എല്ലാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അല്ലാതെ എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുകയോ ഒന്നും അല്ല. അതുകൊണ്ട് അങ്ങനൊന്നും ഡൗട്ട് അടിക്കേണ്ട. ഈ ആൾക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ മറുപടി കൊടുത്തത്. വേറെ ആരും എന്നെ ഒന്നും പറയരുത്. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെയൊക്കെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാൻ തോന്നിയോണ്ട് പരിചയപ്പെടുത്തി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എല്ലാവരും മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക, ലൈക്കും ഷെയറും ഒക്കെ കമൻറ്റും ഒക്കെ ഇടുക. അതിപ്പോൾ ഇനി നല്ലതായിക്കോട്ടെ, ചീത്ത എന്ന് വെച്ച് ചീത്ത ഇപ്പം എന്നാൽ ചോദിക്കും, ഇപ്പം ആ ആൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നില്ലേ എന്ന് പറയും. അങ്ങനല്ല, ഞാനത് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, കുറച്ചും കൂടെ ഇതാക്കുക. നമുക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. ഒരു മനുഷ്യനെ നമ്മൾ നോവിക്കാതെ പറയത്തില്ലേ, നോവിക്കാതെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ. അതുപോലെ അഭിപ്രായങ്ങൾ എന്ത് വേണേലും പറയാം, നല്ലതാണെന്നെല്ലാം പറയണമെന്നൊന്നും ഞാൻ പറയില്ല. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഇഷ്ടം ഒരാൾക്ക് ഓരോ മനുഷ്യർക്ക് ഓരോരുത്തരോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ അവരുടെ വീഡിയോയിൽ കാണണം എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറയുന്നു, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ. അപ്പം തെറ്റായിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.